ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ആ അപ്ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ നവംബറിൽ ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഒരു ക്രിയേറ്ററെ മോണിറ്റൈസേഷനായ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര വരുമാനം യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്, കഴിഞ്ഞ മാസം എത്ര വന്നു, നമ്മുടെ പേയ്മെൻറ്റിൻ്റെ എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളും ഇനി വരാനുള്ള പേയ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ വഴി ഏൺ എന്നുള്ള ആ ഒരു ടാബ് വഴി തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതിന് മുന്നേ നമുക്ക് അത് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അനലിറ്റിക്സിലൊക്കെ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്ത് നോക്കണം എത്ര വന്നിട്ടുണ്ട്, നമുക്ക് ഈ കഴിഞ്ഞ മാസത്തെ എത്ര അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അതിന് മുന്നേ നമുക്ക് വന്ന പേയ്മെൻറ്റ് എത്രയാണ്, ഏത് ഡേറ്റിനാണ് എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യണമായിരുന്നു. എന്നാൽ കഴിഞ്ഞ നവംബർ മുതൽ നമുക്ക് അത് YT സ്റ്റുഡിയോ ആപ്പ് വഴി നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഏൺ എന്നുള്ള ഭാഗത്ത് ഇതുപോലെ കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പേയ്മെൻറ്റ് ഇനി വരാനുണ്ട്, അതുപോലെ നമുക്ക് ഇതിന് മുന്നേ വന്ന പേയ്മെൻറ്റ് എത്രയാണ്, അതിൻ്റെ ഡേറ്റ്, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അപ്ഡേറ്റ് ആയിരുന്നു നവംബറിൽ വന്നത്. എന്നാൽ 2 ദിവസം മുന്നേ യൂട്യൂബിൽ അതിനോടനുബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അന്ന് മുതൽ, നവംബർ മുതൽ ഈ ഒരു അപ്ഡേറ്റ് വന്നത് മുതൽ നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഡോളറിലായിരുന്നു നമുക്കത് കാണാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ കറൻസി ഇപ്പോൾ ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ ഇന്ത്യൻ റുപ്പിയിൽ നമുക്കത് കാണാൻ കഴിയുമായിരുന്നില്ല. വേറെ ഏത് കറൻസി ആണെങ്കിലും അതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കാണാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ നമുക്ക് ഏത് കറൻസിയിലും ആണെങ്കിലും നമുക്ക് നമ്മുടെ ഏണിങ്സ് എത്ര വരാനുണ്ട്, എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത്, എക്സാമ്പിളായിട്ട് ഇന്ത്യൻ രൂപയിലാണ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇനി മുതൽ അറിയാൻ കഴിയും. ആ ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ യൂട്യൂബിൽ എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്കും അത് ലഭിക്കും. മോണിറ്റൈസേഷൻ ആയവർക്കാണ് ഇത് ലഭിക്കുക. അതായത് ഒരു ആഡ്സെൻസുമായിട്ടൊരു അവരുടെ യൂട്യൂബ് ചാനൽ കണക്ട് ചെയ്തിട്ടുണ്ടാകണം, ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം. പക്ഷേ ഇത് മോണിറ്റൈസേഷൻ ആവാത്തവരും ഇത് അറിഞ്ഞിരിക്കണം. കാരണം മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് അവരുടെ പേയ്മെൻറ്റിൽ ഈ എത്ര ഡോളർ വരാനുണ്ട്, അത് ഇന്ത്യൻ റുപ്പിയിൽ എത്ര ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ആഡ്സെൻസിൽ ഓരോ മാസത്തെയും അപ്ഡേറ്റ് ആണ് വരിക എങ്കിൽ ഇവിടെ YT സ്റ്റുഡിയോയിൽ നമുക്ക് ലേറ്റസ്റ്റ് ഇന്നലെ വരെയുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ടോട്ടൽ റവന്യൂ എത്രയുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അപ്പോൾ അത് മോണിറ്റൈസേഷൻ ആവാത്തവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഇനി മുതൽ നമുക്ക് YT സ്റ്റുഡിയോ ആപ്പ് വഴി നമുക്ക് നമ്മുടെ റവന്യൂ ചെക്ക് ചെയ്യുമ്പോൾ ഏത് കറൻസിയിലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആണെന്ന് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.